എല്ലാവർക്കും നമസ്കാരം. ഡെയിലി ടെസ്റ്റ് എന്ന സെഷൻ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്നതാണ്. അപ്പോൾ ഞായറാഴ്ച ഒരു ദിവസം നമ്മൾ റിവൈസും ചെയ്യാറുണ്ട്. അപ്പോൾ 100 ചോദ്യങ്ങളുടെ റിവിഷനാണ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എല്ലാ ഞായറാഴ്ചയും നമ്മൾ ചെയ്യുന്നതാണ്. ഇന്നും നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് 100 ചോദ്യങ്ങളാണ്. ഡെയിലി ടെസ്റ്റ് എന്ന രീതിയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, അതായത് ഈ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ് റിവൈസ് ചെയ്യുന്നത്. അത് ഒന്നുകൂടെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ്സാണിത്. അപ്പോൾ നോക്കാം. നമുക്ക് 100 ചോദ്യത്തിൻ്റെ ആദ്യത്തെ ചോദ്യം: കള്ളനോട് തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന കിരണം ഏത്? അൾട്രാ വയലറ്റ് കിരണങ്ങളാണ് കള്ളനോട് തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നത്. ജലത്തിലെ സൂക്ഷ്മജീവികളെ നശിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന കിരണം ഏത്? അൾട്രാ വയലറ്റ് തന്നെയാണ് ജലത്തിലെ സൂക്ഷ്മജീവികളെ നശിപ്പിക്കുന്ന കിരണം എന്ന് പറയുന്നത്. എക്സ്റേ കണ്ടുപിടിച്ചത് ആര്? റോഞ്ചനാണ് എക്സ്റേ കണ്ടുപിടിച്ചത്. നിരവധി തവണ ചോദിച്ച ചോദ്യമാണ്, എല്ലാവർക്കും അറിയുന്നതുമായ ചോദ്യമാണ്. 4ാമത്തെ ചോദ്യം: ലേസർ പൂർണ്ണരൂപം ഏതാണ്? ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. സാധാരണഗതിയിൽ പുതിയ തരം ചോദ്യങ്ങളെന്ന് പറയുന്നത് ലേസർ എന്ന് ചോദിച്ചിട്ട് അതിൽ എ എന്താണ് ഡിനോട്ട് ചെയ്യുന്നത് എന്നൊക്കെ സാധാരണഗതിയിൽ PSC പോലുള്ള ചോദ്യങ്ങളിലൊക്കെ അല്ലെങ്കിൽ ബാങ്ക് ടെസ്റ്റിനൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഒരു ഫുൾ ഫോം വരും, ഒരു പുതിയ സ്കീമിൻ്റെ ഫുൾ ഫോം തരും. അത് കഴിഞ്ഞിട്ട് അതിൽ ഏതെങ്കിലും ഒരു വാക്ക് ചോദിച്ചിട്ട് അതെന്താണ് ഡിനോട്ട് ചെയ്യുന്നതെന്ന് ചോദിക്കാറുണ്ട്. ഇപ്പോൾ എ ഇതിൽ ലേസർ എന്ന് ചോദിച്ചാൽ ആംപ്ലിഫിക്കേഷനാണ്, ആർ എന്ന് പറഞ്ഞാൽ റേഡിയേഷനാണ്, ഇ എന്ന് പറഞ്ഞാൽ എമിഷനാണ്. ഇപ്പോൾ ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. 5 ശബ്ദത്തിൻ്റെ തീവ്രതയുടെ യൂണിറ്റ് ഏതാണ്? ഇതും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്, ഇപ്പോഴും റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. ഡെസിബലാണ് ശബ്ദത്തിൻ്റെ തീവ്രതയുടെ യൂണിറ്റ്. മനുഷ്യൻ്റെ ശ്രവണപരിധി എത്രയാണ്? 20 ഹെർട്സ് ടു 20 കിലോ ഹെർട്സ്, അഥവാ 20 ഹെർട്സ് ടു 20,000 ഹെർട്സ് ആണ് മനുഷ്യൻ്റെ ശ്രവണപരിധി എന്ന് പറയുന്നത്. പ്രതിധ്വനി എക്കോ ഉണ്ടാവാൻ ആവശ്യമായ കുറഞ്ഞ ദൂരം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 17 മീറ്ററാണ് പ്രതിധ്വനി ഉണ്ടാവാൻ ആവശ്യമായ കുറഞ്ഞ ദൂരം. സൂപ്പർസോണിക് വിമാനങ്ങളുടെയും മിസൈലുകളുടെയും വേഗത രേഖപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏത്? സൂപ്പർസോണിക് വിമാനങ്ങളുടെയും മിസൈലുകളുടെയും വേഗത രേഖപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് മാക് നമ്പർ. 9 താപനില കൂടുമ്പോൾ വിസ്കോസിറ്റി കുറയുന്നു. ശരിയാണോ? ശരിയാണ്. എപ്പോഴും വിസ്കോസിറ്റി എന്ന് പറയുന്നത് ലിക്വിഡ്സിൻ്റെ മൂവ്മെൻറ്റിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നതാണ്. അതിൻ്റെ മൂവ്മെൻറ്റിനെ, അതായത് പിടിച്ചു വെക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ താപനില കൂടുമ്പോൾ എന്താണ്? വിസ്കോസിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. 10ാമത്തെ ചോദ്യം: ഒരു ഗോളത്തിൻ്റെ ഗുരുത്വാകർഷണ വലയത്തിൽ നിന്ന് മുക്തമായി മുന്നോട്ട് പോകുവാൻ ഒരു വസ്തുവിന് ഏറ്റവും കുറഞ്ഞ പ്രവേഗമാണ് പലായന പ്രവേഗം, എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത്. 11.2 km/s ഈ എർത്തിൻ്റെ പലായന പ്രവേഗം എന്ന് പറയുന്നത്. അപ്പോൾ 10 ചോദ്യങ്ങൾ കഴിഞ്ഞു. 11ാമത്തെ ചോദ്യം അടുത്ത സെഷനിലാണ്. ഇപ്പോൾ അത് ഡിസ്കസ് ചെയ്യാം. 11ാമത്തെ ചോദ്യം: സംയുക്ത സമ്മേളനം പരാമർശിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ ഏത്? 108 ആണ് സംയുക്ത സമ്മേളനം, ജോയിൻറ്റ് സിറ്റിംഗ് ഓഫ് ദ പാർലമെൻറ്റ്. ഹരിജൻ സേവക് സംഘ് രൂപീകരിച്ചത് ആരാണ്? മഹാത്മാഗാന്ധിയാണ് ഹരിജൻ സേവക് സംഘ് രൂപീകരിച്ചത്. ഇന്ത്യൻ അസോസിയേഷൻ രൂപീകരിച്ചത് ആരാണ്? സുരേന്ദ്രനാഥ് ബാനർജിയാണ് ഇന്ത്യൻ അസോസിയേഷൻ രൂപീകരിച്ചത്. തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശിക്കാൻ കഴിയുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനം ഏതാണ്? പറമ്പിക്കുളമാണ് തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശിക്കാൻ കഴിയുന്ന കേരളത്തിലെ ഉദ്യാനം. ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനാണ്. ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനാണ്. വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണം എന്താണ്? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ തന്നെയാണ്. കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഏതൊക്കെ? വിറ്റമിൻസ് ഏതൊക്കെയാണ്? കൊഴുപ്പിൽ ഫാറ്റ് സൊല്യൂബിൾ വിറ്റമിൻസ് ഏതൊക്കെയാണ്? ADEK എന്താണ്? ഫാറ്റ് സൊല്യൂബിളാണ്. ഗാന്ധി ഇർവിൻ പാക്ട് ഏത് വർഷമായിരുന്നു? 1931 ഗാന്ധി ഇർവിൻ പാക്ട്. ഇതിനോടനുബന്ധിച്ചാണ്, ഇത് കഴിഞ്ഞിട്ടാണ് ഗാന്ധി 2nd റൗണ്ട് ടേബിൾ കോൺഫറൻസിന് പോകാൻ തയ്യാറായത്. യങ് ബംഗാൾ മൂവ്മെൻറ്റ് രൂപീകരിച്ചത് ആരാണ്? ഹെൻറി വിവിയൻ ഡെറോസിയോ ആണ് യങ് ബംഗാൾ മൂവ്മെൻറ്റ് രൂപീകരിച്ചത്. 9 ദ ബുദ്ധ ഓർ കാർൽ മാർക്സ് എന്ന പുസ്തകം രചിച്ചതാണ്? അംബേദ്കറാണ് ബുദ്ധ ഓർ കാർൽ മാർക്സ് എന്ന പുസ്തകം രചിച്ചത്. BVR സുബ്രഹ്മണ്യം ആരാണ്? നീതി ആയോഗിൻ്റെ പുതിയ CEO, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് BVR സുബ്രഹ്മണ്യം. 20 ചോദ്യം കഴിഞ്ഞിരിക്കുകയാണ്. 21ാമത്തെ ചോദ്യമാണ്: ഭരണഘടനയുടെ ഭേദഗതിയെക്കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിനെ കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? 368ാമത്തെ ആർട്ടിക്കിളാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഭേദഗതിയെക്കുറിച്ച് പറയുന്നത്. പീപ്പിൾസ് യൂണിയൻ ഓഫ് സിവിൽ ലിബർട്ടീസിന് രൂപം നൽകിയത് ആര്? ജയപ്രകാശ് നാരായൺ. പീപ്പിൾസ് യൂണിയൻ ഓഫ് സിവിൽ ലിബർട്ടീസിന് രൂപം നൽകിയതാരാണ്? ജയപ്രകാശ് നാരായൺ. നോട്ട നടപ്പിലാക്കിയ ആദ്യ രാജ്യം ഏതാണ്? നോട്ട, നൺ ഓഫ് ദി അബോവ് നടപ്പിലാക്കിയ ആദ്യ രാജ്യം ഏതാണ്? ഫ്രാൻസ് ആണ്. ഉമിനീര് ഗ്രന്ഥികളുടെ എണ്ണം എത്ര പെയർ ഉമിനീര് ഗ്രന്ഥികളുണ്ട്? സെലൈവറി ഗ്ലാൻസ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 3 പെയർ. H3 റോക്കറ്റ് ഏത് രാജ്യത്തിൻ്റെതാണ്? ജപ്പാൻ. H3 റോക്കറ്റ് ജപ്പാൻ്റെതാണ്. ഡിജിറ്റൽ സർവീസസ് ആക്ട് ഏത് സംഘടനയുമായി ബന്ധപ്പെട്ടതാണ്? ഡിജിറ്റൽ സർവീസസ് ആക്ട് എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ യൂണിയനുമായി ബന്ധപ്പെട്ടതാണ്. ലംബി സ്കിൻ ഡിസീസ് എന്ത് തരം ഇൻഫെക്ഷനാണ്? ലംബി സ്കിൻ ഡിസീസ് വൈറൽ ഡിസീസാണ്.
കന്നുകാലികൾക്ക് എഫക്റ്റ് ചെയ്യുന്ന രോഗമാണ്. വൈറൽ ഡിസീസാണ് ലംപി സ്കിൻ ഡിസീസ്. ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഏത് മന്ത്രാലയത്തിൻ്റെ കീഴിലാണ്? ഇപ്പോൾ പുതിയ 7 ബറ്റാലിയൻ ഇന്ത്യ ചൈന ബോർഡറിൽ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിനെ വിന്യസിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ ന്യൂസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ പറയുന്ന ചോദ്യം വന്നത്. ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൻ്റെ കീഴിലാണ്. റൺവേ ടു ബില്യൺ ഓപ്പർച്യൂണിറ്റീസ് എന്ന തീം ഏത് ഇവൻറ്റുമായി ബന്ധപ്പെട്ടതാണ്? ഇതിൽ തന്നെ അതിൻ്റെ ഒരു ഹിൻ്റ് ഉണ്ട്. റൺവേ എന്തിനാണ് ഉദ്ദേശിച്ചാണ്? എയ്റോപ്ലെയിൻസുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ റൺവേ. ദ റൺവേ ടു ബില്യൺ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? എയ്റോ ഇന്ത്യ എക്സ്പോയുമായി ബന്ധപ്പെട്ട തീമാണ് ദ റൺവേ ടു ബില്യൺ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത്. 14th എഡിഷൻ ഓഫ് എയ്റോ ഇന്ത്യ എക്സ്പോയുടെ തീമാണ് റൺവേ ടു ബില്യൺ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത്. വോൾഫ് പ്രൈസ് ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വോൾഫ് പ്രൈസ് ഇസ്രായേലുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രൈസാണ് വോൾഫ് പ്രൈസ്. അപ്പോൾ 30 ചോദ്യം കഴിഞ്ഞിരിക്കുകയാണ്. 31ാമത്തെ ചോദ്യമാണ്. 1ാം വട്ടമേശ സമ്മേളനം നടന്ന വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. 1930 1ാം വട്ടമേശ സമ്മേളനം നടന്നത്. ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ഏതാണ്? ഞാൻ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. 2nd റൗണ്ട് ടേബിൾ കോൺഫറൻസ് ആണ് ഗാന്ധി പങ്കെടുത്തത്. കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി റാംസായ് മെക്ഡൊണാൾഡ് ആണ് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 1932 കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച വർഷം. ഓഗസ്റ്റ് ഓഫർ എപ്പോഴാണ് പ്രഖ്യാപിച്ചത്? ഇന്ത്യക്ക് ഡൊമീനിയൻ സ്റ്റാറ്റസ് നൽകാമെന്ന് പറഞ്ഞ് ഇന്ത്യയെ 1939 സ്റ്റാർട്ട് ചെയ്ത സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ഭാഗമാക്കാൻ വേണ്ടി പറഞ്ഞൊരു ഓഫറാണ് ഓഗസ്റ്റ് ഓഫർ എന്ന് പറയുന്നത്. 1940 ഓഗസ്റ്റ് 8 പ്രഖ്യാപിച്ചത്. ഇന്ത്യയിൽ ആദ്യമായി ഫെഡറൽ മാതൃകയിൽ ഒരു ഭരണകൂട വ്യവസ്ഥ ചെയ്ത നിയമം, അതായത് ഒരു ഫെഡറൽ സ്ട്രക്ചർ ഇന്ത്യക്ക് വേണമെന്ന് പറഞ്ഞ നിയമം ഏതാണ്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് പറയുന്നത് ആരെയാണ്? അരുണ അസഫ് അലിയാണ് ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് പറയുന്നത്. ഗീതാരഹസ്യം എഴുതിയത് ആരാണ്? ബാൽ ഗംഗാധർ തിലകാണ് ഗീതാരഹസ്യം എഴുതിയത്. ഹിതവാദ എന്ന ഇംഗ്ലീഷ് പത്രം ആരംഭിച്ചതാരാണ്? ഹിതവാദ ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ഹിതവാദ എന്ന ഇംഗ്ലീഷ് പത്രം രൂപീകരിച്ചത്. സർദാർ പട്ടേൽ അധ്യക്ഷനായിരുന്ന കോൺഗ്രസ് സമ്മേളനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1931 കറാച്ചി സെഷനാണ് സർദാർ പട്ടേൽ അധ്യക്ഷനായിരുന്ന കോൺഗ്രസ് സമ്മേളനം. അപ്പോൾ 40 ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. 41ാമത്തെ ചോദ്യം. ബാഡ് എന്ന AI ചാറ്റ് ബോട്ട് ഏത് കമ്പനിയുടേതാണ്? ബാഡ് എന്ന AI ചാറ്റ് ബോട്ട് എന്ന് പറയുന്നത് ഗൂഗിളിൻ്റെയാണ്. ഗൂഗിൾ. ട്രെഡ്സ് എന്ന പ്ലാറ്റ്ഫോം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്? ട്രെഡ്സ് എന്ന് പറയുന്നത് MSME എന്ന് കേട്ടിട്ടില്ലേ? മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ്. അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പോർട്ടലാണ് ട്രെഡ്സ് എന്ന് പറയുന്നത്. MSME ആണ് ഓർത്തു വെക്കേണ്ടത്. MSME ട്രെഡ്സ്. ഈഗിൾ 44 ഒഗാബ് 44 എന്നത് ഏത് രാജ്യത്തിൻ്റെ അണ്ടർഗ്രൗണ്ട് എയർഫോഴ്സ് ബേസാണ്? ഈഗിൾ 44 എന്നത് ഏത് രാജ്യത്തിൻ്റെ അണ്ടർഗ്രൗണ്ട് എയർഫോഴ്സ് ബേസാണ്? ഇറാൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹെലികോപ്റ്റർ നിർമ്മാണശാല നിലവിൽ വന്നത് എവിടെ? കർണാടകയിലെ തുംകൂരു ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹെലികോപ്റ്റർ നിർമ്മാണശാല. തേജസ്വിൻ ശങ്കർ ഏത് സ്പോർട്സ് ഇവൻറ്റുമായി ബന്ധപ്പെട്ടതാണ്? തേജസ്വിൻ ശങ്കർ ഹൈ ജമ്പുമായി ബന്ധപ്പെട്ടാണ്. തേജസ്വിൻ ശങ്കർ. ഏത് ഓർഗനൈസേഷനാണ് സൈബർ ചലഞ്ച് ലോഞ്ച് ചെയ്തത്? ക്വാഡ് എന്ന ഓർഗനൈസേഷൻ. കേട്ടിട്ടില്ലേ? ഏതൊക്കെയാണ് ക്വാഡിലെ മെമ്പേഴ്സ്? 4 മെമ്പേഴ്സുള്ളത്. ഇന്ത്യ, US, ഓസ്ട്രേലിയ, ജപ്പാൻ. ഈ 4 പേരാണ് ക്വാഡ് എന്ന ഗ്രൂപ്പ് ഉള്ളത്. ഏത് ഓർഗനൈസേഷനാണ് സൈബർ ചലഞ്ച് ലോഞ്ച് ചെയ്തതെന്ന് ചോദിച്ചാൽ ക്വാഡാണ്. ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇന്ത്യക്ക് വേണ്ടി പാസ്സാക്കിയ ഏറ്റവും ചെറിയ നിയമം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഓഫ് 1947 ആണ്. നാട്ടുരാജ്യ പ്രജാ സമ്മേളനം നടന്നത് ഏത് വർഷമാണ്? 1927 നാട്ടുരാജ്യ പ്രജാ സമ്മേളനം നടന്നത്. സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ എത്തിയ വർഷം 1928. പ്രിസൺ ഡയറി എന്ന പുസ്തകം എഴുതിയത് ആര്? JP നാരായൺ ആണ് പ്രിസൺ ഡയറി എന്ന പുസ്തകം എഴുതിയത്. 50 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. 51ാമത്തെ ചോദ്യം. ന്യൂ സ്റ്റാർട്ട് ട്രീറ്റി എന്നത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള ട്രീറ്റിയാണ്? US-ഉം റഷ്യയും തമ്മിലുള്ള ട്രീറ്റിയാണ് ന്യൂ സ്റ്റാർട്ട് ട്രീറ്റി. ഇത് ന്യൂക്ലിയർ വാർഹെഡിൻ്റെ എണ്ണം കുറക്കാൻ വേണ്ടി, ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രീറ്റിയാണ്. US-ഉം റഷ്യയും തമ്മിലുള്ള ട്രീറ്റിയാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രീറ്റിയാണ്. മുഖാബ് എന്ന് കേൾക്കുന്നുണ്ട് വാർത്തയിൽ. എന്താണ് ദ മുഖാബ് എന്ന് പറയുന്നത്? ഡെവലപ്മെൻറ്റൽ പ്രൊജക്റ്റാണ്. ഏത് രാജ്യത്തിൻ്റെ? സൗദി അറേബ്യയുടെ ഡെവലപ്മെൻറ്റൽ പ്രൊജക്റ്റാണ് ദ മുഖാബ് എന്ന് പറയുന്നത്. ഏത് രാജ്യത്തിൻ്റെ ടെലിസ്കോപ്പിക് മിഷനാണ് അൾട്രാസാറ്റ്? ഇസ്രായേലിൻ്റെ ടെലിസ്കോപ്പിക് മിഷനാണ് അൾട്രാസാറ്റ്. അമൃത നഗരോത്തന എന്ന സ്കീം ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്? അമൃത നഗരോത്തന എന്ന് പറഞ്ഞ സ്കീം കർണാടകയായിട്ട് ബന്ധപ്പെട്ട സ്കീമാണ്. ഇത് ഡെവലപ്മെൻറ്റൽ പ്രോജക്ട്സ് ബംഗളൂരു സിറ്റിയിലും മറ്റ് സ്ഥലങ്ങളിലും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലും ഉള്ള ഡെവലപ്മെൻറ്റൽ പ്രോജക്ട്സാണ് ഈ പറഞ്ഞ സ്കീം അമൃത നഗരോത്തന എന്ന് പറയുന്നത്. ഏതാണ് സംസ്ഥാനം? കർണാടക. ദസ്തലിക് എന്ന മിലിറ്ററി എക്സസൈസ് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ്? ഇന്ത്യ, ഉസ്ബെക്ക്. ദസ്തലിക് എന്ന എൻ്റെ മോൾ അവിടെ നിന്ന് കരയുന്നുണ്ട്, അതാണ് ഇത്രയധികം ശബ്ദം വരുന്നത് വീഡിയോയിൽ. ദസ്തലിക് എന്ന മിലിറ്ററി എക്സസൈസ് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ്? ഇന്ത്യ, ഉസ്ബെക്കിസ്ഥാനാണ് ദസ്തലിക്. തേജ എന്ന മുളക് ഏത് സംസ്ഥാനത്തെ കാർഷിക വിളയാണ്? തെലങ്കാനയാണ്. തേജ എന്ന മുളക്
തെലങ്കാനയുടെ കാർഷിക വിളയാണ്. ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ, ഒരു നമ്പറും ഒന്നും മാത്രം ഫാക്ടറായിട്ടില്ല, അതായത് 2 ആണെങ്കിൽ 2ഉം 1ഉം മാത്രം ഘടകങ്ങളായിട്ടുള്ളതാണ് അഭാജ്യ സംഖ്യ, പ്രൈം നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ 2 ആണ് ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ. 8 DY ചന്ദ്രചൂഡ് ഇന്ത്യയുടെ എത്രാമത്തെ ചീഫ് ജസ്റ്റിസാണ്? 50ാമത്തെ ചീഫ് ജസ്റ്റിസാണ് DY ചന്ദ്രചൂഡ്. ഹൈക്കോടതികളുടെ റിറ്റ് അധികാരം പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? 226ാമത്തെ ആർട്ടിക്കിളാണ് ഹൈക്കോടതിയുടെ റിറ്റ്. അറിയാമല്ലോ, ഹേബിയസ് കോപ്പസ് മാൻഡമസ് സർഷ്യോറാറി പ്രൊഹിബിഷൻ ക്യൂവാറൻഡോ, ഇത്രയാണ് റിറ്റുകളുള്ളത്. 5 റിറ്റുകളാണുള്ളത്. ഹൈക്കോടതികളുടെ റിറ്റ് അധികാരം പരാമർശിക്കുന്ന ആർട്ടിക്കിൾ എന്താണ്? 226. റിട്ട് എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ് ഇന്ത്യ റിറ്റ് എന്ന ആശയം കടമെടുത്തത്. ഞാൻ ഒന്ന് സമാധാനിപ്പിച്ചിട്ട് വരാം, കുട്ടിക്കാരിയാണ്. അങ്ങനെ 60 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. 61ാമത്തെ ചോദ്യം, ഡെയിലി ടെസ്റ്റ് അറ്റോർണി ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? 76. അറ്റോർണി ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? 76. പ്രഥമ ലോക കേരള സഭയുടെ വേദി ഏതാണ്? ട്രിവാൻഡ്രമാണ്, തിരുവനന്തപുരമാണ് പ്രഥമ ലോക കേരള സഭയുടെ വേദി. കൽപ്പാത്തി സമരം നടന്നത് എവിടെയാണ്? പാലക്കാട് ജില്ലയാണ് കൽപ്പാത്തി സമരം. അടിമകളുടെ അടിമ എന്ന് പറയപ്പെടുന്ന ആരെയാണ്? ഇൽത്തുമിഷിനെയാണ് അടിമകളുടെ അടിമ എന്നറിയപ്പെടുന്നത്. അമരകോശത്തിൻ്റെ രചയിതാവ് ആരാണ്? അമരസിംഹനാണ് അമരകോശത്തിൻ്റെ രചയിതാവ്. വചന സാഹിത്യം ഏതു ഭാഷയെ ബന്ധപ്പെട്ടിരിക്കുന്നു? കന്നഡ ഭാഷയെ ബന്ധപ്പെട്ടാണ് വചന സാഹിത്യം. ബക്സാർ യുദ്ധസമയത്തെ മുഗൾ ഭരണാധികാരി ആരാണ്? ഷാ ആലം രണ്ടാണ് ബക്സാർ യുദ്ധസമയത്തെ മുഗൾ ഭരണാധികാരി. ചേരിചേര പ്രസ്ഥാനത്തിൻ്റെ ആദ്യ സമ്മേളനം നടന്ന എവിടെയാണ്? 1961 ബെൽഗ്രേഡ്, സെർബിയയിലാണ് ചേരിചേര പ്രസ്ഥാനം. ഏതാണ്? നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ് അല്ലേ. ഹിമാലയം ഒരു മടക്ക് പർവ്വതമാണ്. സ്റ്റേറ്റ്മെൻറ്റാണ്, ശരിയോ തെറ്റോ? യെസ്. യങ് ഫോൾഡ് മൗണ്ടെയിനാണ് ഹിമാലയം എന്ന് പറയുന്നത് ഒരു യങ് ഫോൾഡ് മൗണ്ടെയിനാണ്. ബന്നാർഘട്ട ദേശീയ ഉദ്യാനം ഏത് സംസ്ഥാനത്താണ്? ബന്നാർഘട്ട നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദേശീയ ഉദ്യാനം എന്ന് പറയുന്നത് കർണാടകയിലാണ്. 70 ചോദ്യം കഴിഞ്ഞിരിക്കുകയാണ്. 71ാമത്തെ ചോദ്യം, 5ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് എവിടെയാണ്? 5ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് മധ്യപ്രദേശിലാണ്. 5ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ ഏത് സംസ്ഥാനത്തിനാണ് കിട്ടിയത്? മഹാരാഷ്ട്രക്കാണ്, മഹാരാഷ്ട്ര. 14ാം എയ്റോ ഇന്ത്യ എക്സ്പോ നടക്കുന്നത് എവിടെയാണ്? നടന്നതാണ്, കഴിഞ്ഞു പോയതാണ്. നമ്മൾ അന്നത്തെ ടെസ്റ്റിന് ഇട്ട ചോദ്യമാണ്. 14ാം എയ്റോ ഇന്ത്യ എക്സ്പോ നടന്നത് യലഹങ്കയിൽ, കർണാടകയിലാണ്. 3ാമത് ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസ്, യൂത്ത് ഗെയിംസും വിൻ്റർ ഗെയിംസും തമ്മിൽ വ്യത്യാസമുണ്ട്. 3ാമത് ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസ് എവിടെയാണ്? ഗുൽമാർഗിലാണ്, ഗുൽമാർഗ്. 5ാമത്തെ ചോദ്യം, കിമറിക് ആൻറ്റിജൻ റിസപ്റ്റർ കാർ ടി സെൽ തെറാപ്പി എന്തുമായി ബന്ധപ്പെട്ടാണ്? ഈ കിമറിക് ആൻറ്റിജൻ റിസപ്റ്ററിനെ കുറിച്ച് ഹിന്ദു ന്യൂസ് പേപ്പറിൽ ഒരു വാർത്ത ഉണ്ടായിരുന്നു, അതാണ് ചോദ്യം വരാൻ കാരണം. കിമറിക് ആൻറ്റിജൻ റിസപ്റ്റർ എന്ന് പറയുന്ന സെൽ തെറാപ്പി ക്യാൻസർ തെറാപ്പിയായി ബന്ധപ്പെട്ടതാണ്. 6ാമത്തെ പുതുമൈ പെൺ എന്ന സ്കോളർഷിപ്പ് സ്കീം ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ്? തമിഴ്നാടുമായി ബന്ധപ്പെട്ടാണ് പുതുമൈ പെൺ എന്ന് പറഞ്ഞ സ്കീം. തർക്കഷ് എന്നത് എന്താണ്? തർക്കഷ് എന്ന് പറയുന്നത് US-ൻ്റെ സ്പെഷ്യൽ ഫോഴ്സും അതുപോലെ തന്നെ ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് NSGയും തമ്മിലുള്ള മിലിറ്ററി എക്സസൈസാണ്. അപ്പോൾ തർക്കഷ് എന്താണ്? ബേസിക്കലി ഒരു മിലിറ്ററി എക്സസൈസാണ്. NSG ഇടപെടുന്ന അല്ലെങ്കിൽ NSG ഇൻവോൾവ് ആയിട്ടുള്ള ഒരു മിലിറ്ററി എക്സസൈസാണ് തർക്കഷ്. ഒഡേസ തുറമുഖം എപ്പോഴും ന്യൂസിലുള്ള ഒരു തുറമുഖമാണ്. വീറ്റ് എക്സ്പോർട്ടൊക്കെയായി ബന്ധപ്പെട്ടിട്ട് യുക്രൈനിലാണ്, യുക്രൈൻ ഒഡേസ തുറമുഖം. ലിഥിയം റിസർവ് കണ്ടെത്തിയ സംസ്ഥാനം അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി ഏതാണ്? ജമ്മു കാശ്മീരാണ് ലിഥിയം റിസർവ് കണ്ടെത്തിയ സ്ഥലം. 10 വില്യം റൂത്തോ ഏത് രാജ്യത്തിൻ്റെ പ്രസിഡൻ്റാണ്? കെനിയയിലെ പ്രസിഡൻ്റാണ് വില്യം റൂത്തോ. 80 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. 81ാമത്തെ ചോദ്യം, ഇതൊക്കെ ആക്സുമായി ബന്ധപ്പെട്ടാണ്. ഏത് വർഷമാണ് എനാക്ട് ചെയ്തത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. 3ാം കൗൺസിൽ ആക്ട് ഏത് വർഷമാണ്? 1909. 3ാം കൗൺസിലിൻ്റെ മറ്റൊരു പേരെന്താണ്? മോറലി മിൻറ്റോ റിഫോംസ് ആണ് 1909 3ാം കൗൺസിൽ ആക്ട്. ഇത് അവസാനത്തെ കൗൺസിൽ ആക്റ്റുകളാണ്. 3 കൗൺസിൽ ആക്റ്റുകളാണ് ഉണ്ടായിരുന്നത്. 1861, 1892, അതുപോലെ തന്നെ 1909. 1909 3ാം കൗൺസിൽ ആക്ട്. 2 ആധാർ ആക്ട് 2016 ആൻറ്റി ഹൈജാക്കിംഗ് ആക്ട് ഏത് വർഷമാണ്? അതും 2016. കോയിനേജ് ആക്ട് 2011. കോയിൻസ് ഇഷ്യൂ ചെയ്യുന്നതൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ആക്റ്റാണ് കോയിനേജ് ആക്ട് 2011. ഫ്യൂജിറ്റീവ് എക്കണോമിക് ഒഫൻഡേഴ്സ് ആക്ട് 2018. പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് വൻ സാമ്പത്തിക തട്ടിപ്പൊക്കെ ആയിട്ട് 100 കോടിക്ക് മുകളിലൊക്കെ സാമ്പത്തിക തട്ടിപ്പ് നടത്തി മുങ്ങുന്നവരെ പിടിക്കാൻ, അതായത് ഈ പറഞ്ഞ നിയമത്തിന് മുമ്പ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഈ ഫ്യൂജിറ്റീവ് എക്കണോമിക് ഒഫൻഡേഴ്സ് ആക്ട് 2018 എനാക്ട് ചെയ്തത്. ജമ്മു കാശ്മീർ റീഓർഗനൈസേഷൻ ആക്ട് ചോദിച്ച ചോദ്യമാണ് 2019. ഭക്ഷ്യസുരക്ഷാ നിയമം 2013 നാഷണൽ ഫുഡ് സെക്യൂരിറ്റീസ് ആക്ട് എന്ന് പറയുന്നത് 2013. നാഷണൽ സ്പോർട്സ് യൂണിവേഴ്സിറ്റി ആക്ട് 2018. നാഷണൽ സ്പോർട്സ് യൂണിവേഴ്സിറ്റി ആക്ട് 2018. പോക്സോ നിയമം 2012. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിയമമാണ്, ചോദിക്കുന്ന ചോദ്യമാണ്. പോക്സോ 2012. FSSI ഫുഡ് സെക്യൂരിറ്റീസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട്, FSSI ആക്ട് എന്നല്ല, FSSA ആക്ട്, അതായത് ഫുഡ് സെക്യൂരിറ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് 2006. 2006. 90 ചോദ്യം കഴിഞ്ഞിരിക്കുകയാണ്. 91ാമത്തെ ചോദ്യം,
ബർമ്മ ഇന്ത്യയിൽ നിന്ന് വേർപിരിക്കപ്പെട്ട വർഷം ഏതാണ്? 1937 ബർമ്മ വാസ് സെപ്പറേറ്റഡ് ഫ്രം ഇന്ത്യ. പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784. പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784. റെഗുലേറ്റിംഗ് ആക്ട് ഏതാണ്? 1773. ആദ്യ കൗൺസിൽ ആക്ട് ഏത് വർഷമാണ്? 1861. പോർട്ട്ഫോളിയോ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്ത ആക്ട് എന്ന് ചോദിച്ചാലും എന്താണ്? ആദ്യ കൗൺസിൽ ആക്ട് ആണ് 1861. സതി നിരോധിച്ച ഗവർണർ ജനറൽ വില്യം ബെൻറ്റിക് എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ്. കമ്മ്യൂണൽ അവാർഡ് എന്ന പ്രഖ്യാപനം ഏത് വൈസ്രോയുടെ കാലഘട്ടത്താണ്? വില്ലിംഗ്ടണിൻ്റെ സമയത്താണ് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? റാംസായ് മെക്ഡൊണാൾഡ് അല്ലേ. അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുന്നുണ്ട്. ഷെയർ മൂല്യം കുത്തനെ ഇടിയുന്ന സാഹചര്യത്തിൽ RBI ആണ് ഷെയർ മാർക്കറ്റ് സംബന്ധിച്ച കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത്. ശരിയാണോ? തെറ്റാണ്. സെബിയാണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യമായിരുന്നു. സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയ വർഷം 1928. 2022 ഇന്ത്യ കോമൺവെൽത്ത് ഗെയിംസിൽ ആകെ നേടിയ മെഡലുകളുടെ എണ്ണം എത്രയാണ്? 61 മെഡലാണ് 2022 കോമൺവെൽത്ത് ഗെയിംസിൽ നേടിയത്. ഫിയർലെസ് ഗവർണൻസ് എന്ന പുസ്തകം രചിച്ചതാരാണ്? ഫിയർലെസ് ഗവർണൻസ് കിരൺ ബേഡിയാണ് ഫിയർലെസ് ഗവർണൻസ് എന്ന പുസ്തകം രചിച്ചത്. പാലാ തണ്ണീർത്തടം മിസോറാമിലാണ്. പാലാ വെറ്റ്ലാൻഡ് എന്ന് പറയുന്നത്, അല്ലാതെ കേരളത്തിലല്ല. പാലാ തണ്ണീർത്തടം മിസോറാമിലാണ്. 100 ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. റാംസാർ ഉടമ്പടി എവിടെയാണ്? ഇറാനിലാണ് സൈൻ ചെയ്തിരിക്കുന്നത് 1971. ഇത്രയാണ് ഇന്നത്തെ റിവിഷൻ എക്സസൈസ് എന്ന് പറയുന്നത്. 100 ചോദ്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. 100 ചോദ്യങ്ങൾ. അപ്പോൾ ഓക്കെ, ബൈ, ടേക്ക് കെയർ.